ഹലോ, ഇന്ന് രാവിലത്തെ വിശേഷം ഇതാണ് കേട്ടോ. പറമ്പിൽ നിറയെ കൂണുണ്ടായിരുന്നു. അവിടെ ഇവിടെയായിട്ട് തുരാന്ന് മുളച്ചിട്ടുണ്ടായിരുന്നു. ഈ കൂണ് കരിയിലക്കൂണ് അങ്ങനെ എന്തോന്ന് പറയാ. എല്ലായിടത്തും അങ്ങനെയാണോ എന്നറിയില്ല, പക്ഷെ ഞങ്ങളുടെ അവിടെ അങ്ങനെയാണ് പറയാ. പിന്നെ 2 ദിവസം മുന്നേ പെരുങ്കൂണും കിട്ടിയിരുന്നു കേട്ടോ. അത് മുട്ടായതുകൊണ്ട് തന്നെ കുറച്ചധികം ഉണ്ടായിരുന്നു. ഇത് നന്നാക്കിയെടുക്കാൻ മറ്റേനെ അപേക്ഷിച്ച് ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും അത് കയ്യോടെ തന്നെ പറിച്ചു. കുറച്ച് നേരം നിർത്തി കഴിഞ്ഞാൽ വണ്ട് വന്ന് അതിൽ നിറയെ പുഴു വരെ. ഇതിപ്പോൾ വിരിഞ്ഞിട്ടുള്ളൂ, അധികം സമയമായിട്ടില്ല. അപ്പോൾ പറിച്ചെടുത്തു. മുന്നേ കണ്ടത് ഞങ്ങൾ വിരിഞ്ഞ് കഴിഞ്ഞിട്ടാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ അതിൽ പുഴുവും വണ്ടൊക്കെ വന്നിരുന്നു. ഇതപ്പോൾ ഞങ്ങൾ കയ്യോടെ പറിച്ചുകൊണ്ട് നന്നാക്കി വെച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടന്നത്. ഇവിടെ വാങ്ങിക്കണ കൂൺ ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ആദ്യം തന്നെ മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ട് വെച്ച് നോക്കിയിട്ടൊക്കെയാണ് ഞങ്ങൾ കറി വയ്ക്കാൻ എടുത്തത്. നന്നാക്കി വെച്ച് പിന്നെ കേടാവാത്ത കാരണം കൊണ്ട് പിന്നെ വേദിട്ടനെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ടാണ് ഇത് കറി വയ്ക്കാൻ നിന്നത്. രാവിലെ വേദു ടിഫിനായിട്ട് കൊണ്ടുപോയത് റാഗി പൗഡർ കൊണ്ട് ഉണ്ടാക്കിയ ദോശയാണ് കേട്ടോ. 2 ദിവസമായിട്ട് കൊണ്ടുപോകുമ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുപോകുമ്പോൾ അവൻ കഴിച്ചിട്ട് വരാറുണ്ട്. അതുകൊണ്ട് രാവിലെ ദോശയായിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് ഞാൻ കൊടുത്തേക്കുള്ളൂ കേട്ടോ. ഇവൻ ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോയി അവിടെ എത്തുമ്പോൾ പിന്നെ 9:30 ആകുമ്പോഴേക്കും അവർ കഴിക്കാൻ കൊടുക്കും. അപ്പോൾ പിന്നെ കഴിച്ചിട്ട് വരാറില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചേ കൊടുത്തു വിടാറുള്ളൂ. അത് കഴിഞ്ഞ് 12:30 ആകുമ്പോഴേക്കും അവർക്ക് ഭക്ഷണം കഴിക്കാറാവും ഉച്ചക്കലത്തെ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ചേ കൊടുത്തു വിടാറുള്ളൂ, കാലത്തേക്കും വൈകിട്ടത്തേക്കൊക്കെ. പിന്നെ വീട്ടിൽ വന്നിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിക്കും. ഉച്ചയ്ക്കായിരിക്കും അവന് ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും ചോറും കൂടിയാണ് കൊടുത്തു വിട്ടത്. ഞാൻ അവൻ കഴിക്കണത് നോക്കിയിട്ട് ഉണ്ടാക്കി കൊടുത്തു വിടാറിട്ടാ. കുറേ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അവൻ തിരിച്ചങ്ങനെ തന്നെ കൊണ്ടുവരാണ്. അപ്പോൾ വെറുതെ തന്നെ ഫുഡ് വേസ്റ്റ് ആക്കണമെന്ന് വെച്ചിട്ട് ആവശ്യമുള്ളത് മാത്രമേ കൊടുത്തു വിടുള്ളൂ. പിന്നെ സ്നാക്സിന് കൊടുത്തു വിട്ടത് ക്യാരറ്റും ചോളം പുഴുങ്ങിയതും പിന്നെ കപ്പലണ്ടി പുഴുങ്ങിയതും കേട്ടോ. അങ്ങനെ അവനെ റെഡിയാക്കി അവനെ സ്കൂൾ ബസ് വരുന്നിടത്തേക്ക് കൊണ്ടുവിടും കേട്ടോ. ഇന്ന് സ്പെഷ്യൽ യൂണിഫോം ആയിരുന്നു. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ.